ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അല്പം കൂടെ സ്വരമുയർത്തുന്ന ഏറ്റുപറഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ വലിയ ശുശ്രൂഷയിൽ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നീ നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ട, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മനസ്സിൽ ഈ ശുശ്രൂഷ സമയത്ത് ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം ഒന്ന് ചേർത്ത് വെച്ച്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചേർത്ത് വെക്കുക. ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒഴുകപ്പെടുന്ന സമയമാണ്. നിന്റെ നിയോഗത്തിൽ കർത്താവ് ഇടപെടുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു പുത്തൻ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ മണ്ണിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അറിയാവുന്നത് പോലെ സ്വരമുയർത്തി പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന സമയം. നമ്മുടെ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടുന്ന സമയം. ഓരല്ലോ കരങ്ങൾ ഉയരട്ടെ, നാവ് തുറക്കപ്പെടട്ടെ, ഹൃദയത്തിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവ മക്കളിലേക്ക് വെളിപ്പെടുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവശക്തി, ഒരു പുത്തൻ അഭിഷേകം ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. നിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ, നിന്റെ പീഡകൾ കർത്താവ് അഴിക്കട്ടെ, സ്വാതന്ത്ര്യം കർത്താവ് നൽകട്ടെ. കെട്ടുകൾ കർത്താവ് അഴിക്കുന്നു. വിശ്വസിക്കണം, ആഗ്രഹിക്കണം. ചേർന്ന് എല്ലാവരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. പോരാ, കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മണ്ണിൽ സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് കൈയടിച്ചേ. യെസ്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടെ നിന്ന് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ചേർത്ത് വിളിച്ച് നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കട്ടെ, ഈ മണ്ണിൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. കാലങ്ങളായുള്ള സകല തിന്മയുടെ കെട്ടും കർത്താവ് അഴിക്കുന്ന ഒരു അത്ഭുത ശുശ്രൂഷയാണ്. വിശ്വസിച്ച് കൈയടിച്ചേ. ചേർന്ന് നന്നായിട്ട് കൈയടിച്ചോ. ചേർന്ന് ഒഴുകണമേ. ചേർന്ന് പാടിയേ. ശിഷ്യരിൽ പകർന്നതുപോ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ചേർന്ന് ശിഷ്യരിൽ പകർന്നതുപോ ആത്മനദിയായൊഴുകണമേ.
ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു മൈറ്റി അനോയിന്റിംഗ് സംഭവിക്കട്ടെ. നിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. നിന്റെ ഭാരം കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം, ചലിപ്പിക്കുന്ന സമയം, നിന്നിലേക്ക് കർത്താവ് ഇടപെടുന്ന സമയം വിശ്വസിച്ച് ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വിളിച്ച് 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 യെസ് മൈറ്റി പവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്നവര് നിവർന്നിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് ഒരുക്കിയ വലിയ ഒരു അഭിഷേക ശുശ്രൂഷയിൽ നമ്മൾ എല്ലാവരും പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഈ മണ്ണിൽ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നോട്ട് ബുക്കിലൊക്കെ വചനം എഴുതി വചനം വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശോ എവിടെ ജീവിച്ച ഈശോയാ? നോമ്പ് കാലത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ഈശോ എവിടെയാ? മരുഭൂമിയിൽ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ജീവിച്ച ഈശോയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോ മരുഭൂമിയിൽ ജീവിച്ചപ്പോൾ ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നോ? അല്ല, ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് ഈ മരുഭൂമിയിൽ ജീവിച്ച ഈശോ ഒരാളെ അവിടെ നേരിട്ടു. ആരെയാ? സാത്താനെ ഈശോ നേരിട്ടു. സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ ഈശോ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ സാത്താനെ തോൽപ്പിച്ചു. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് ഒരു ട്രെയിനിങ് തരുവാണ്. നിന്റെ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് സാത്താനെ തോൽപ്പിക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിച്ചേ, ഓരോരുത്തരും ഓർത്തോണം. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ധ്യാനിക്കുവാണ് എങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിൽ സാത്താനെ തോൽപ്പിക്കേണ്ടത്. അതിന് ഈശോ നമ്മുടെ മുമ്പിൽ കൃത്യമായ ചില വഴികൾ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിലൂടെ പകർന്നു നൽകുകയാണ്. നമ്മളത് സ്വീകരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ചില വചനങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് പ്രാർത്ഥിച്ചോണം. നമ്മൾ ആദ്യം വായിക്കുന്നൊരു വചനഭാഗം ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനമാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേർഡ് 6. 4-ാം അധ്യായം 6-ാം തിരുവചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കും. ആമേൻ, 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 ആമേൻ. ആരാ പറഞ്ഞത്? സാത്താൻ പറയുവാണ്. സാത്താൻ എന്താ പറഞ്ഞത്? സാത്താൻ ഈശോട് പറയുവാണ്, ഈശോയെ നീ ഒരു കാര്യം അറിയണം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവയുടെ എല്ലാത്തിന്റെ അധികാരം എനിക്കാണ് എന്ന് പറഞ്ഞാൽ ഈ സർവപ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാത്താൻ പറയുകയാണ്, ഇവയുടെ മേൽ എല്ലാ അധികാരവും എനിക്കാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ചാണ് ഇതാ സാത്താൻ പറയുന്നത്. നമ്മുടെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? നമ്മുടെ മേലുള്ള അധികാരം ആർക്കാണെന്ന്? സാത്താനാണെന്ന്. അത് ആരോടാ പറയുന്നത്? ഈശോട് പറയുവാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ സ്കൂളിൽ? സന്ദർഭവും സാരസ്യവും വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ എവിടെ, എപ്പോൾ, എങ്ങനെ. അപ്പോൾ വചനം പഠിപ്പിക്കുന്ന എന്താണ്? മരുഭൂമിയിൽ ഈശോയും സാത്താനും തമ്മിലുള്ള സംഭാഷണ മധ്യത്തിൽ ഇതാ സാത്താൻ ഈശോട് പറയുവാണ്, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നു. ഇത് സത്യമാണോ? എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇത് സത്യമാണോ? എൻ്റെ പ്രിയപ്പെട്ടവർ, സത്യമാണോ? തിരുവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും
ഇതിൽ ചില സത്യങ്ങളുണ്ട്. സാത്താൻ ഇങ്ങനെ പറയുന്നതിന് കാരണം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ സ്വന്തമാണോ? ആണോ? അല്ല, ഇതെന്റെ സ്വന്തമല്ല. പക്ഷെ ഇതെല്ലാം ആരോ എനിക്ക് എടുത്തു തന്നിരിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഇതെന്റെ സ്വന്തമല്ല, പക്ഷെ ഇതെല്ലാം ആരോ എനിക്ക് എടുത്തു തന്നിരിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം എനിക്ക് ആരോ എടുത്തു തന്നിരിക്കുന്നു. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, ആരോ എനിക്ക് എടുത്തു തന്നിരിക്കുന്നു. സാത്താൻ ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഏതാണ്? ഇവയുടെ മേൽ അധികാരം ദൈവം കൊടുത്തത് മനുഷ്യർക്കാണ്. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ് ഒന്ന് തുറന്നേ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 28-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28. 28-ാം തിരുവചനം വായിച്ചേ. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. കണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ കൃത്യം വ്യക്തമായി ഇതാ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരം, ഒരു ആധിപത്യത്തെ വചനം പഠിപ്പിക്കുകയാണ്. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ അധികാരം, ആധിപത്യം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞോണം കേട്ടോ. ഒച്ചത്തി പറയണം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ, ആധിപത്യമുണ്ടായിരിക്കട്ടെ, ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ നിനക്ക് തന്നൊരു അധികാരത്തെ വിശുദ്ധ ഗ്രന്ഥം പറയുവാണ്, ഈ പ്രപഞ്ചത്തിന്റെ മേൽ നിനക്ക് ആധിപത്യം, അധികാരം. ഈ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരം, ആധിപത്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ, സകല ചരാചരങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കാൻ ആർക്കാണ് അധികാരം? എനിക്ക് അധികാരം. പറഞ്ഞ് എനിക്ക് അധികാരം. ഉച്ചത്തിൽ പറഞ്ഞ് എനിക്ക് അധികാരം, എനിക്ക് അധികാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ അധികാരം നമുക്ക് തന്നതാണ്. എന്നാൽ പാപം ചെയ്തതോടുകൂടി ഈ അധികാരം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ മനുഷ്യന്റെ പതനം എന്ന പേരിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? അതിന്റെ അവസാനം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമുക്ക് കിട്ടിയ ഈ അധികാരം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്നും ആർക്ക് പോയി? സാത്താന് പോയി. അവൻ ഇതിന്റെ മേൽ അധികാരം ഏറ്റെടുത്തു. നമ്മള് സാത്താന്റെ ചെൽപ്പടിക്ക് നിന്നതോടുകൂടി നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു. ഇപ്പൊ അവനായി തീരുമാനം, നമ്മൾ അടിമയായി മാറി. നമ്മൾ ആരായി? അടിമ. നമ്മൾ ആരായി മാറി? അടിമ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ. അടിമ. രക്ഷപ്പെടാൻ പറ്റുന്നില്ലെന്ന്. രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മദ്യപാനി ഇങ്ങനെ കരയുകയാണ്, കർത്താവേ എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പെട്ടുപോയി, ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും അവസ്ഥകളിൽ പെട്ടുകിടക്കുന്നവരോ, രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം ഭാരപ്പെട്ടിരിക്കുന്നവരോ, പ്രാർത്ഥിക്കേണ്ട ഒരു സുന്ദരമായ പ്രാർത്ഥനയിലേക്കാണ് നമ്മുടെ ഈ ധ്യാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതാ മരുഭൂമിയിൽ സാത്താനോട് സംസാരിച്ചു കഴിഞ്ഞ് പിന്നീട് ഈശോ
ഇതാ രംഗത്തിറങ്ങുമ്പോൾ ആദ്യം പഠിപ്പിച്ച കാര്യം എന്നാണെന്നറിയാവോ? ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കേ. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 18. 4-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം വായിച്ചേ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. കണ്ടോ, ശ്രദ്ധിച്ചേ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും. ഒന്നാമത്തെ കാര്യം ഒന്നും കൂടെ വായിച്ചേ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്റെ മേലുണ്ട്. എന്തിനാണ്? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തൊട്ടടുത്ത വചനം വായിച്ചേ. ബന്ധിതർക്ക് മോചനം. ഒന്നാമത്തെ കാര്യം ബന്ധിതർക്ക് മോചനം. പറഞ്ഞേ, ബന്ധിതർക്ക് മോചനം. ഒച്ചത്തി പറ. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഒച്ചത്തി പറഞ്ഞു, ബന്ധിതർക്ക് മോചനം. മോചനം എന്ന് പറഞ്ഞാൽ എന്ത് ബന്ധനം? നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധനം ഉണ്ടോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധനം ഉണ്ടോ? എന്ത് ബന്ധനമുള്ളേ? നമുക്ക് പലതരത്തിലുള്ള ബന്ധനം, പുറമേ അല്ല, അകത്ത് പലതരത്തിലുള്ള പീഡകൾ നമുക്കുണ്ട്. അതിൻ്റെ ബന്ധനത്തിലാണ് നമ്മൾ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ കുടുംബം പറഞ്ഞു, എൻ്റെ അച്ഛാ, വാ തുറന്നാൽ ചീത്ത വാക്കേ പറയുള്ളൂ. വാ തുറന്നാൽ ചീത്ത വാക്ക്. ഒരു നല്ല വാക്ക് വരത്തില്ല, ചീത്ത വാക്ക്. അതൊരു ബന്ധനമാണ്. ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു ബന്ധനമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിൽ പല മേഖലകളിൽ നമുക്ക് ബന്ധനങ്ങളുണ്ട്. നമുക്ക് ബന്ധനമുണ്ട്. ഇതാ വചനം പഠിപ്പിക്കുന്നത് ബന്ധിതർക്ക് സ്വാതന്ത്ര്യം. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധർക്ക് കാഴ്ച. അന്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഇപ്പൊ നമുക്കൊക്കെ കണ്ണിന് കാഴ്ചയുണ്ടല്ലേ? ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഈ കാഴ്ച എന്ന് പറയുന്നത് ആത്മീയ അന്ധതയാണ്. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്. ആത്മീയ അന്ധത ഇത് ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവർക്കെല്ലാം നെഗറ്റീവാണ്. ഒന്നും പോസിറ്റീവ് അല്ല, ഒന്നും നന്മയല്ല, എല്ലാം നെഗറ്റീവ്. കുറവുകൾ. ഹല്ലേലൂയ. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. അടിച്ചമർത്തപ്പെട്ട വ്യക്തി, നിന്റെ കുടുംബത്തിൽ നീ ഏതെങ്കിലും വ്യക്തിത്വത്തിൽ അടിച്ചമർത്തപ്പെട്ട അനുഭവത്തിലാണോ? നിന്റെ ജീവിത സാഹചര്യങ്ങൾ നീ അടിമത്തത്തിലാണോ? ഇതാ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു സ്വാതന്ത്ര്യം. നിന്റെ ജീവിതത്തിൽ വിടുതൽ, നിന്റെ ജീവിതത്തിൽ സൗഖ്യം. സ്വാതന്ത്ര്യം, സൗഖ്യം, വിടുതൽ ഈശോ നൽകാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും 2 കരങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിലൊരു ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പോരാ, നല്ല കൈയടി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങേക്കാരാധന. ആരാധന. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്
പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ട. ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ സാത്താനെ തോൽപ്പിച്ച് ജീവിക്കാൻ ഈശോ നൽകിയ ഏറ്റവും വലിയ കൃപയാണ് യേശുവിൻ്റെ രക്തം. ആ യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നമ്മളിതാ അനുഭവിച്ച് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ, അങ്ങയുടെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തവനെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തമേ, എനിക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുകിയ രക്തമേ, ആ രക്തത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദുശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സമയത്തൊന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാത്ത ചില പീഡകൾ, ചിലരുടെ ഉള്ളിൽ അപ്രകാരം ചില പാപവാസനകൾ വർഷങ്ങളായിട്ട് കുടികൊണ്ടുന്നുണ്ടാവും. കർത്താവെ, ഈ ആരാധന സമയത്ത് ആ മേഖലകൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഈ ദുശീലങ്ങളുടെ മേൽ കർത്താവെ, അങ്ങ് ഞങ്ങൾക്കൊരു വിടുതൽ നൽകണം. കർത്താവെ, ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ ആ മേഖലകൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു നിമിഷം നമ്മൾ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാഡ് ഹാബിറ്റ്സ്, ദുശീലങ്ങൾ വളർന്നു വന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ അൽത്താര നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ചിന്തിച്ച് നോക്കിക്കേ, ഇതെന്നു മുതലാണ് ഈ ദുശീലം നിന്റെ ഉള്ളിൽ വന്നത്? ചില പാപ വഴികൾ വന്ന ചില വഴികളെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നിന്റെ ഓർമ്മയിൽ കൊണ്ടുവരും. ഉദാഹരണത്തിന് മദ്യപാനത്തിന് ആസക്തിയുള്ള വ്യക്തി ചിന്തിക്കുക, എന്നാണ് ഞാൻ ആദ്യമായിട്ട് മദ്യപിച്ചത്? എന്നു മുതലാണ് ഞാൻ ഈ പാപത്തിനൊരു അടിമയായി മാറിയത്? ഒരുപക്ഷെ ചിലർ ചിന്തിക്കുമ്പോൾ പറയും, വർഷങ്ങളായി, ഇതൊരു തഴക്കദോഷമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ആദ്യമായിട്ട് ഈ മദ്യപിച്ചതും പിന്നീട് മദ്യത്തിന്റെ അടിമയായിട്ട് മാറിയതിനുമൊക്കെ ചില കാരണങ്ങൾ കിടക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ദുശീലങ്ങളിൽ എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മേഖലകൾ സമർപ്പിക്കുക. ചില ജഡിക പാപങ്ങളുടെ മേഖലകൾ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ പീഡ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാൻ പറ്റാത്തവണ്ണം ചില പൈശാചിക പീഡ നിന്നെ വിരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? ഇതാ ഈ പരിശുദ്ധ അൽത്താര നിനക്ക് വിടുതൽ നൽകുകയാണ്. The mighty deliverance upon you. യേശുവിന്റെ രക്തം നിന്നെ ഇതാ തിരിച്ചു പിടിക്കുകയാണ്. നിന്റെ പാപ വഴികളിൽ നിന്ന് കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വെറുപ്പിന്റെ പൈശാചിക പീഡ നിന്റെ ഉള്ളിലുണ്ടോ? വെറുപ്പ്, അമിതമായ ദേഷ്യ സ്വഭാവം, ക്ഷമിക്കാൻ പറ്റാത്തവണ്ണം ചില കാര്യങ്ങൾ ഓർക്കുന്തോറും ഉള്ളിൽ അസ്വസ്ഥത, ആ മേഖല സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പൈശാചിക പീഡയെ സമർപ്പിക്കുന്നു. ചിലർക്ക് വലിയ മടിയാണ്, ലേസിനെസ്. ഒന്നും ചെയ്യാതെ അവരിങ്ങനെ അലസരായിട്ട് കഴിയുന്നു. നിന്റെ ഉള്ളിൽ അപ്രകാരം ഒരു മടിയുടെ, ലേസിനെസിന്റെ പൈശാചിക പീഡയുണ്ടോ? അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ മടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ലോകത്തോടുള്ള വലിയ ഭ്രമം, ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, ഒത്തിരി വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, എന്നാൽ ഇതൊന്നും ഉപയോഗിക്കത്തുമില്ല. ഒത്തിരി വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം ഉണ്ടോ? അതൊരു പക്ഷേ ഈ ലോകത്തോടുള്ളൊരു ഭ്രമമാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി സാധനങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇങ്ങനെയുള്ള ചില പീഡകൾ എൻ്റെ ഉള്ളിലുണ്ട്. ഈ അൾത്താരയിൽ ആ ശീലങ്ങളും ദുശീലങ്ങളും പീഡകളും സമർപ്പിക്കുന്നു. എല്ലാവർക്കും മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതകരമായ കൃപയാണ് നിന്നിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഈശോയെ, നീ എന്നെ ആശീർവദിക്കുമ്പോൾ ഞാനിത് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ ആശീർവാദം ഏറ്റെടുക്കുന്നു. എൻ്റെ വീട്ടിൽ ഇത് സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന
രക്ഷകാരാധന. ആരാധന ആരാധന രക്ഷക ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.